കണ്ടെയ്നർ ലോറിയിലെത്തി മോഷണം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൊടും ക്രിമിനലുകൾ എന്നാണ് കണ്ടെത്തൽ. പ്രതികളുടെ പേരിൽ കൂടുതലും ATM തകർത്ത് പണം കൊള്ളയടിക്കൽ, അതുപോലെ വീട് തകർത്ത് മോഷണം തുടങ്ങിയ കേസുകളൊക്കെ ഉണ്ട്. പ്രതികൾ എത്തിയത് കർണാടകയിൽ നിന്ന് മോഷ്ടിച്ച കണ്ടെയ്നർ ലോറിയിലാണ്. പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ ATM കൊള്ളയെന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിനെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഒരു വമ്പൻ വിവരമാണല്ലോ പുറത്തു വരുന്നത്. അപ്പോൾ പോലീസ് പൊളിച്ചിരിക്കുന്നത് ഒരു വൻ കൊള്ള സംഘത്തിന്റെ നീക്കങ്ങളെയുമാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കൊച്ചി പനങ്ങാട് കണ്ടെയ്നർ ലോറിയിൽ മോഷണം നടത്തിയത് കൊടും ക്രിമിനലുകളെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ തന്നെ പിടിയിലായ രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ ഹനീഫ് 15ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അത് തന്നെ ATM തകർത്ത് കൊള്ളയടി, ഒപ്പം തന്നെ വീട് തകർത്ത് മോഷണം തുടങ്ങിയ കേസുകളാണ്. കൂടാതെ ഹരിയാന സ്വദേശിയായ നസീർ അഹമ്മദ് അമീനും സുദം ഇയാസും, ഇവർ രണ്ടുപേരും 10ഓളം കേസുകളിൽ പ്രതികളാണ്. പ്രതികൾ എത്തിയത് കർണാടകയിൽ നിന്നും മോഷ്ടിച്ച വാഹനവുമായിട്ടാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലക്ഷ്യം വൻ ATM കൊള്ളയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സേതു. ഓക്കെ സൈൻ, ശരി.